ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം വളരെയധികം സന്തോഷപരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? തിരിച്ചറിയാത്തതും അല്ലെങ്കിൽ യഥാസമയം യഥാസമയം നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടത് എന്താണോ ആ സമയത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് വരാത്തതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ദേഷ്യം സാവധാനെ അങ്ങ് പോകുകയും ചെയ്യും, അല്ലേ? പക്ഷേ നമ്മൾ ആ റിയാക്ഷൻ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വിനയായി മാറാറുണ്ട്. നമുക്കത് ജീവിതത്തിൽ അത് വളരെയധികം ഒരു പ്രശ്നമായി മാറാറുണ്ട്. പലരിലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം തന്നെ വലിയൊരു പടുകുഴിയിൽ എത്തിപ്പിക്കുന്നത് ഇത്തരം ചിന്തകളും ഇത്തരം പ്രവണതകളുമാണ്. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംസാരിക്കുമ്പോൾ എപ്പോഴും പതുക്കെ സംസാരിക്കുക. ആരോട് സംസാരിക്കുകയാണെങ്കിലും മിതമായി പതുക്കെ സംസാരിക്കാൻ വേണ്ടി പഠിക്കുക. പലപ്പോഴും ആർത്ത് പിടിച്ച് സംസാരിക്കുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കി വാക്കുകൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ സാമാന്യ ഒരു അറിവ് ഒരു ബോധവാനായി അല്ലെങ്കിൽ ഒരു ബോധവതിയായി നമ്മൾ പതുക്കെ സംസാരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ നിരീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിരീക്ഷണം എന്നത് പരമപ്രധാനമാണ്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം നിരീക്ഷിക്കണം നമ്മൾ, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. ആ സ്ഥലത്തെ നമ്മൾ നിരീക്ഷിക്കേണ്ടേ, അല്ലേ? അവിടുത്തെ നന്നായി നിരീക്ഷിക്കണം നമുക്ക്, അല്ലേ? അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ രീതികൾ എല്ലാം നമ്മൾ നിരീക്ഷിക്കാറുണ്ടല്ലേ? എന്നിട്ട് അവർക്കനുസരിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാണോ നിൽക്കുന്നത്? അല്ല. പിന്നെ അടുത്തത്, എപ്പോഴും നമ്മൾ കുറച്ച് മാത്രം സംസാരിക്കുക. ഒരുപാട് വാരി വലിച്ച് സംസാരിക്കാതിരിക്കുക. കുറച്ച് സംസാരിക്കുക, അറിവ് കൊടുക്കുക. സംസാരിക്കുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി കൊടുക്കാവുന്ന രീതിയിലുള്ള വാക്കുകളാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് കൊടുക്കുക നല്ല വാക്കുകൾ. അടുത്തത് എന്താണെന്നറിയോ? എല്ലായ്പ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. പലപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മാതാവ് അമ്മ എപ്പോഴും കുട്ടികളുടെ ആരോഗ്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അമ്മയുടെ ആരോഗ്യം വളരെ ക്ഷയിച്ചു പോയാലും അമ്മ എന്താ ചെയ്യാറ്? കുട്ടികളുടെ ആരോഗ്യമാണ് പരിപാലിക്കാറ്, അല്ലേ? കുട്ടികളുടെ ആരോഗ്യമാണ് അവർ നോക്കാറ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ്സ് നമ്മൾ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു. അമ്മ എന്ത് ചെയ്യും? 1-2 ദിവസം ആ സ്വീറ്റ്സ് കഴിക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ സ്വീറ്റ്സ് നമുക്ക് തന്നെ ഇങ്ങോട്ട്, കേടുവരാത്ത സ്വീറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമത്. അവർ കഴിക്കില്ല. അവരുടെ ഇഷ്ടമല്ല അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, അല്ലേ? നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യം, അല്ലേ, രാവിലെ എണീക്കുക, നന്നായി എക്സസൈസ് ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈവനിങ് സമയം നേരത്തെ ഭക്ഷണം കഴിക്കുക, കുറച്ച് 1-2-3 മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക, എന്നിട്ട് വീണ്ടും അതിരാവിലെ എണീക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ധന്യമായി മുന്നോട്ട് പോകാട്ടോ. അടുത്തെന്താണ്? ഒരിക്കലും സ്വയം വിദ്യാഭ്യാസം നിർത്തരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിർത്തരുത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. അറിവ് എന്നത്, അല്ലേ, ഇപ്പോൾ നമ്മൾ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലിൻ്റെ ആഴം അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു വിസ്തീർണം, അല്ലേ, അതിൻ്റെ ഒരു കരയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണല്ലേ. എപ്പോഴും നീണ്ട എത്രയോ മണിക്കൂറുകൾ, അല്ലേ, ദിവസങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കടലിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കര നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണല്ലേ ലോകം മൊത്തം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് ഒരിക്കലും നമ്മൾ നിർത്തരുത്. അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരിക്കുക.
പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കും തോറും ക്ഷമയുള്ളവനാകുന്നു, ജ്ഞാനിയാകുന്നു. അതുകൊണ്ട് പുതിയ പുതിയ ഇത്തരം അറിവുകൾ നമ്മൾ ശേഖരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷവാനായി സന്തോഷവതിയായി പോകുന്നു, മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു കേട്ടോ. അടുത്തതെന്താണ്? അതുപോലെ ഒരുപാട് പെട്ടെന്നുള്ള ദേഷ്യം, അതുപോലെ മറ്റുള്ള ആളുകൾ നമ്മളെ ഒരുപാട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു എന്താ പറയുക ചിന്തകൾക്കും നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. ശരികളിലേക്ക് മാത്രം പോകുക. നിങ്ങളോട് ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് നിങ്ങൾ വിട്ടകന്നു പോവുക. ശരിയിലേക്ക് മാത്രമാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. കൂടുതൽ പുഞ്ചിരിക്കുക. ദിവസത്തിൽ കൂടുതൽ നമ്മൾ പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കുക. എപ്പോഴും പുഞ്ചിരി ഒരു ഔഷധമാണ്. ഞാനൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ഔഷധമായി കിട്ടും, എനിക്കും ഒരു ഔഷധമായി കിട്ടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിന് പ്രാധാന്യം നൽകുക. മറ്റുള്ള കുടുംബങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഇതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം തന്നെ വളരെയധികം ധന്യമായി പോകും. അതുകൊണ്ട് ചില അറിവുകൾ നമ്മൾ നേരത്തെ അറിയുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്താ പറയുക രക്ഷപ്പെടാൻ സാധിക്കും. പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ജീവിതം. ഈ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം എന്തെന്നില്ലാത്ത മാറ്റങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും നിങ്ങൾ കാരണം ഒരു അറിവ് ലഭിക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.